സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം ജൂൺ ജൂലൈ പകുതി വരെയുള്ള നക്ഷത്രഫലങ്ങളാണ് പറയുന്നത്. കൊല്ലവർഷപ്രകാരം 1199 10-11 മാസങ്ങളായ ഇടവം, മിഥുനം എന്നിവയാണ് ജൂൺ മാസത്തിൽ ഭാഗികമായിട്ട് വരുന്നത്. ജൂൺ 1 മുതൽ 14 വരെ ഇടവം, 18 മുതൽ 31 വരെ വരും. ജൂൺ 15 മുതൽ 30 വരെ മിഥുനം, അതായത് മിഥുനം 1 മുതൽ 16 വരെ എന്നിങ്ങനെയാണ് മലയാള മാസങ്ങൾ വരുന്നത്. ആദിത്യൻ ഇടവം, മിഥുനം രാശികളിലും രോഹിണി, മകയിരം, തിരുവാതിര എന്നീ ഞാറ്റുവേലകളിലുമാണ് സഞ്ചരിക്കുന്ന ഒരു സമയമാണിത്. മഴക്കാലത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ 3 ഞാറ്റുവേലകൾ. അതായത് രോഹിണി, തിരുവാതിര എന്നിവ ഭാഗികമായും മകയിരം ഞാറ്റുവേല പൂർണ്ണമായും ജൂൺ മാസത്തിലൂടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ജൂൺ 1 ചന്ദ്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിലായിരിക്കും. ജൂൺ 30 രാശിചക്ര ഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കി ചന്ദ്രൻ മകയിരം നക്ഷത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. ജൂൺ 6 അമാവാസിയും, അതായത് കറുത്തവാവും. ജൂൺ 21, 22 തീയതികളിലായിട്ട് പൗർണമിയും, അതായത് വെളുത്തവാവും സംഭവിക്കുന്നു. ജൂൺ 1 ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജൂൺ 18 വരെ അശ്വതി നക്ഷത്രത്തിലും തുടർന്ന് ഭരണി നക്ഷത്രത്തിലുമാണ് ചൊവ്വയുടെ സഞ്ചാരപാത. ബുധൻ ഇടവം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ജൂൺ 14 മിഥുനത്തിലേക്ക് സംക്രമിക്കും. ജൂൺ ആദ്യവാരം മുതൽ ബുധന് ക്രമമൗട്യാവസ്ഥ വരുന്നു. ശുക്രൻ ഇടവം രാശിയിലുമാണ്. ജൂൺ 12 മിഥുനത്തിലേക്ക് സംക്രമിക്കും. ജൂൺ മാസം മുഴുവൻ ശുക്രൻ മൗട്യാവസ്ഥയിൽ തന്നെ തുടരുന്നതും ആയിരിക്കും. വ്യാഴം ഇടവരാശിയിൽ കാർത്തിക നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. വ്യാഴമൗട്യം എന്ന് പറയുന്നത് ജൂൺ 4 അവസാനിക്കും. ശനി കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ തുടരുകയും രാഹുവും കേതുവും മീനം രാശിയിലും, അതായത് രേവതി നക്ഷത്രത്തിൽ, കേതു കന്നിരാശിയിലും അത്ത നക്ഷത്രത്തിൽ അപ്രദക്ഷിണ ഗതിയിൽ സഞ്ചരിക്കുകയും ആണ് ചെയ്യുന്നത്. ഈ രീതിയിലുള്ള ഗ്രഹങ്ങളുടെ നിലയുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ ആണ് നക്ഷത്ര ഫലങ്ങൾ ഈ മാസത്തെ ജൂൺ മാസം ജൂലൈ പകുതി വരെയുള്ള മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലം വിശദീകരിക്കുന്നത് എന്ന് പറയാം. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ ജൂണിൽ ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ടും അതുപോലെ തന്നെ വിദഗ്ധമായ ചികിത്സകളാലുമൊക്കെ സന്താന ഭാഗ്യങ്ങൾ ഉണ്ടായി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്താന ഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് ഈ രീതിയിലുള്ള പ്രതീക്ഷകൾക്ക് ശുഭകരമായ ഒരു കാലമാണ്. കൂടാതെ തന്നെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ മൂലം വിജയപഥത്തിലെത്തുവാൻ കഴിയുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ അറിവുള്ളതിനേക്കാൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഭംഗിയായി ആ പരീക്ഷകൾ നേരിടാനും അത് അവതരിപ്പിക്കുവാനും സാധിക്കും. വാഹനം മാറ്റി വാങ്ങാനിടവരും. പഴയ വാഹനങ്ങൾ മാറ്റി വാങ്ങുവാൻ ഉള്ള ഒരു സമയം വന്നു ചേരും. ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ ഉദ്ദേശിച്ച വിഷയങ്ങളിൽ വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് ചേരും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് സ്ഥിരമായി ജോലിയിൽ അനുമതി ലഭിക്കുവാനും സ്ഥിര താമസത്തിനുമൊക്കെയുള്ള അനുമതി ലഭിക്കും എന്നുള്ളതാണ്. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ വീണ്ടും ആരംഭിക്കുവാൻ സാധിക്കും. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിലധിഷ്ഠിത പാഠ്യപദ്ധതികളിൽ ചേർന്ന് പഠിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കുറച്ച് പ്രയത്നങ്ങൾ ആവശ്യമായ സമയമായിരിക്കും. പലരുടെയും വാക്കുകളിൽ ചെന്ന് പെട്ട്, അതായത് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ പരമാവധി ശ്രമിക്കുക.
കഴിവും അറിവും പ്രാപ്തിയും അവസരവും വന്നു ചേർന്നാലും തൃപ്തിയായി അവതരിപ്പിക്കാൻ ചില സമയങ്ങളിൽ കഴിഞ്ഞെന്ന് വരികയില്ല. അതിനു വേണ്ടിയിട്ട് മുൻകൂട്ടി കണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അശ്വതി നക്ഷത്രക്കാരുടെ ഒരു കാര്യനിർവഹണ ശേഷി എന്ന് പറയുന്നത് അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യം, അഭിനന്ദിക്കപ്പെടും എന്നുള്ളതാണ്. വ്യാഴനും ശുക്രനും 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാവ്യാത്മകമായും ഔചിത്യത്തോടെയുള്ള സംസാരിക്കുന്നതായിരിക്കും. ആ ഒരു രീതിയിലുള്ള പെരുമാറ്റം ഈ നക്ഷത്രക്കാരിൽ പ്രകടമായി കാണുന്നതായിരിക്കും. പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രായോഗികമായ സമീപനങ്ങൾ കൈക്കൊള്ളുവാനും ഉള്ള ഒരു കഴിവ് വന്നു ചേരും. മാസാദ്യം തന്നെ ചൊവ്വ അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് വളരെയധികം ആത്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. അതേസമയം തന്നെ സാഹസങ്ങളോട് താല്പര്യം കൂടി വരാനുള്ള സാഹചര്യം ഉണ്ടാവും. വൈകാരിക സമീപനങ്ങൾ കൈക്കൊള്ളുന്നതിൽ ശ്രദ്ധ വേണ്ടതുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും കൂടുതൽ ആദായം സിദ്ധിക്കും എന്നുള്ളതാണ്. അധികാരമുള്ള സ്ഥാനലബ്ധിയും സാധിക്കുന്ന സമയമായിരിക്കും. ആത്മീയമായ കാര്യങ്ങളെയും ഭൗതിക കാര്യങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ജീവിതക്രമത്തോടുള്ള ആഭിമുഖ്യം വന്നു ചേരുന്നതായിരിക്കും നക്ഷത്ര ജാതകർക്ക്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസരങ്ങൾ വരുന്നതിൽ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ദീർഘകാലങ്ങളിലേക്കുള്ള നിക്ഷേപങ്ങൾ എന്ന നിലയിൽ ഭൂമി വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വർഷങ്ങൾക്ക് ശേഷം തന്നെ നാട്ടിൽ നിന്നും മാറി താമസിക്കുന്ന ജാതകരായ ആൾക്കാർക്ക് തിരിച്ച് ജന്മനാട്ടിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യവും അല്ലെങ്കിൽ നാട്ടിൽ വന്ന് മംഗളകരമായ കാര്യങ്ങളിൽ ഇടപെടുവാനും പങ്കെടുക്കുവാനുള്ള ഒരു സാഹചര്യമൊക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നതായിരിക്കും. കൂടാതെ തന്നെ ബന്ധുജനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാൻ ഇടവരികയും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ ഒരു കൃതാർത്ഥത ഉണ്ടാവുകയും ചെയ്യും. ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുവാൻ അവസരം ഉണ്ടായെന്ന് വരാം. ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും മുടങ്ങിക്കിടപ്പുള്ള ആനുകൂല്യങ്ങളൊക്കെ ഈ സമയത്ത് വന്ന് ചേരുന്നതായിരിക്കും. തൊഴിൽ സംബന്ധമായിട്ടായിരുന്നാലും അല്ലെങ്കിൽ കുടുംബപരമായിട്ടായിരുന്നാലും തടസ്സങ്ങളിൽ ഉണ്ടായിക്കിടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഈ അവസരത്തിൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. ഈ രീതിയിലായിരിക്കും ജൂൺ മാസത്തിലും ജൂലൈ പകുതി വരെയും അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന കാര്യങ്ങൾ ഈ രീതിയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ല പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു. ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.